പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ ഇനി വിഷമിക്കേണ്ട കേട്ടോ. ഇതുപോലെ ഒരു കപ്പ് അവലുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ അവൽ തോരൻ ഉണ്ടാക്കാം. കാണാനും അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമുക്കിതാ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാനിവിടെ വെള്ള കളർ അവലാണ് എടുത്തേക്കുന്നത്. അതും നല്ല കട്ടി കുറഞ്ഞ അവലാണ് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ അവലായാലും കട്ടിയുള്ള അവലാണെങ്കിലും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കി അതിലേക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു വലിയ സ്പൂൺ നിറച്ച് ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്ത് കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു പകുതി സവാള കുനുകുനാന്നരിഞ്ഞ നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി സവാള നല്ല രീതിക്കൊന്നും വഴണ്ടി കിട്ടണ്ട. ചെറിയൊരു രീതിയിൽ സവാളയുടെ കളർ മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ക്യാരറ്റ് തീരെ അങ്ങ് നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതായാലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്നും കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരറ്റും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ല രീതിക്കൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ അവൽ ഇതിലേക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം കേട്ടോ. അവൽ മുന്നേ നമ്മൾ നനച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കട്ടി കുറഞ്ഞ അവലായതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ക്യാരറ്റിൻ്റെ ഈർപ്പവും എല്ലാം കൊണ്ട് തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉണ്ടല്ലോ നമ്മളിത് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് ഇതിലേക്ക് തട്ടി കൊടുക്കണം. ഗ്രീൻ പീസ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. പിന്നെ നമ്മൾ അവലിനും ക്യാരറ്റിനും ഒന്നും നേരത്തെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തൊക്കെ സദ്യ കഴിച്ചവർക്കറിയാം, നമ്മുടെ തോരനായിട്ട് നമുക്ക് ഈ ഒരു അവൽ തോരനാണ് കേട്ടോ കൂടുതലും കിട്ടാറ്. നല്ല ഡ്രൈ റെസിപ്പിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഒന്ന് നമ്മൾ തോരന് ചതയ്ക്കുമ്പോൾ ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാവേ. എന്നിട്ട് ഈ അരപ്പ് നമ്മുടെ ഈ അവലിൻ്റെയും ക്യാരറ്റിൻ്റെയും ഗ്രീൻ പീസിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല കട്ടി കൂടിയ അവലാണ് എടുക്കുന്നവരെങ്കിൽ മാത്രം, നമുക്ക് വെന്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇതുപോലൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം കേട്ടോ. നമ്മൾ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. നോക്കിയേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുൾ ആയിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തോരന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ അവലെല്ലാം നല്ല രീതിക്ക് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും തീരെയില്ല. എല്ലാം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, കാണാനും നല്ല അടിപൊളി ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് കാണുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്